ഇപ്പോൾ ജിതിൻ പ്രതികരിക്കുകയാണ്. ഇപ്പോൾ ആ സ്പോട്ടിൽ മാർക്കറ്റ് സ്പോട്ടിലേക്ക് വണ്ടി എൻ്റെ ഒന്ന് കവർ ചെയ്യട്ടെ വണ്ടിയുടെ ഒരു വാലോ തുമ്പോ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എത്ര മണ്ണുണ്ടെങ്കിലും നമുക്ക് റെസ്ക്യൂ ട്യൂബ് അടിച്ച് ഇല്ല നമുക്ക് മണ്ണ് ഇടിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഇത് വെച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലെത്താൻ നോക്കാണ് ഇപ്പം മെഷീനറീസ് ആവശ്യമാണ് വിട്ടു തന്നത്. കുറച്ച് മെഷീൻസ് വരാൻ ആവശ്യമുണ്ട്. ഈ മഴയും സിഗ്നൽസ് കാണിച്ച സ്ഥലത്ത് അതിൻ്റെ ചുറ്റുമുള്ള എല്ലാം നോക്കുക. നമ്മൾ ട്രയാങ്കിൾ സർക്കിൾ ഷേപ്പ് ഒന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് GPR. അതെല്ലാം നോക്കുകയാണ്. മെഷീനറി ആവശ്യം വീണ്ടും മെഷീനറി കുറേ വരുന്നുണ്ട്. ഈ മെഷീനറി പോലെയല്ല. മെഷീനറി ഇപ്പം നമുക്ക് ഓവറായിട്ട് വെച്ച് ഇടിക്കാൻ പറ്റത്തില്ല. കാരണം വീണ്ടും കൊളാപ്സ് ആവും. നമ്മളിപ്പോൾ അതിനകത്ത് മാനുവലായിട്ട് ഇത് കഴിയുമ്പോൾ മുകളിൽ കയറി സെർച്ചിന് വേണ്ടി നിൽക്കുകയാണ്. നമ്മളിതിൻ്റെ ലൊക്കേഷൻ എടുത്തുകൊണ്ട് ഈ പോകുന്ന ഈ ആംഗിൾ വെച്ച് കർവ് വന്നിട്ടുണ്ട്. കർവിൽ ഇതിൻ്റെ അകത്തേക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഒതുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ചാൻസാണ്. ഒരു കാരണവശാലും നദിയിൽ പോയിട്ടില്ല. NDRF നേവി എല്ലാം അത് ശരി വെക്കുന്നുണ്ട്. നമ്മുടെ സജഷൻ തന്നെ പിന്നെ ഈ ലാൻഡ് ഏരിയ തന്നെ ഇതുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു 100%. ഇപ്പോൾ ശരിയാൽ തിരിച്ചാണ് ഞാൻ വന്ന് ഇന്നലെ 2:30 സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം കളക്ടർ പ്രഷർ ചെയ്ത് ഈ സ്ഥലത്തേക്ക് ഇരിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, വഴിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറ്റി ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അത് മാക്സിമം ട്രൈ ഔട്ട് ചെയ്യാണ്. ഇല്ല, സൈന്യം ബ്രീഫ് ചെയ്യുന്നാൽ ഇങ്ങനെ നമ്മൾ ബ്രീഫിംഗ് ചോദിച്ചിട്ട് കാര്യം ഇത്ര ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രീഫിംഗ് ആവശ്യപ്പെടും. എന്തായാലും നമ്മൾ പോകുന്നത് ഇല്ല. ഇപ്പോൾ തൽക്കാലം ഈ മെഷീനറി മതി. നമ്മൾ ആദ്യം ഒരു പ്ലാൻ ആയപ്പോൾ നടപ്പാക്കുകയാണ്. അതില്ലെങ്കിൽ പ്ലാൻ ബിയിലെ പ്ലാൻ സിയിലേക്ക് പോകും. എത്ര പതി കാരണം ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇടി ആരും വരുന്നു 40 സംഘം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കുറച്ചുകൂടെ നമുക്ക് ഊർജ്ജമായി കാര്യങ്ങളെല്ലാം ഊർജ്ജമാവും. നമ്മൾ ചെയ്യുന്നത് മാക്സിമം ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഉറക്കമില്ല മൊത്തം. ഇന്നലെ തന്നെ അർജുൻ്റെ കുടുംബത്തൊക്കെ പറയാനുള്ളത് അത് ഞാൻ ഒരു സന്നദ്ധ സ്വയമായിട്ട് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. ജില്ല അതോട്ട് SP ഇന്നലെ ആദ്യമേ ചെറിയൊരു പിന്നെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ഇത്ര ദൗത്യങ്ങൾ ചെയ്ത് കണ്ടപ്പോൾ പുള്ളി ഹാപ്പിയായി. ഇന്നലെ വന്നാലേ വളരെ അതിനകത്ത് ഫുള്ളുണ്ട്. പൂർണ്ണ സഹകരണമാണ്. കളക്ടർ എല്ലാം കളക്ടർ ഇന്നലെ രാത്രി 8 മണിക്ക് തെരച്ചിൽ നിർത്തി. ആ ഘട്ടത്തിൽ രഞ്ജിത്ത് ഇവിടെ ഉണ്ടായിരുന്നു. 8 മണിക്ക് തെരച്ചിൽ ചീഫ് സെക്രട്ടറി ഞാൻ സംസാരിച്ചു ബ്രീഫിംഗ് ആയിട്ട്. പ്രതികൂല കാലാവസ്ഥ നമ്മുടെ ഈ എല്ലാം ബ്രീഫ് ചെയ്ത പുള്ളിക്ക് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മളിങ്ങനെ പോകുന്ന കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പുള്ളി സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ ഈ മഴ നിങ്ങൾക്ക് കാണുന്നത് വിട്ട് മഴ പെയ്യാണ്. ആ കിടക്കുന്ന ചാലുകൾ വരെ നമുക്ക് വളരെ ഈ ചാലുകൾ വിട്ട് വരുന്നില്ല. അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. वो सब आपका it will be delayed. Okay, fine. Okay, you please carry on. Not he. രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അവിടെ ഈ റോഡിൽ നിന്ന് അല്പം മാറി റോഡിൽ നിന്ന് അല്പം മാറി ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു കേവാണ്. അവിടെ ഒരു ഒഴിഞ്ഞ ഭാഗമുണ്ട്. ആ ഒഴിഞ്ഞ ഭാഗത്ത് ഏതെങ്കിലും രീതിയിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. എന്തായാലും NDRFും നാവികസേനയും ഈ വാഹനം, അതായത് ലോറി പുഴയിലേക്ക് പോയിട്ടില്ല എന്ന് 100% ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ രഞ്ജിത്ത് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇവിടെയുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏകീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ഇവർ ആവശ്യപ്പെടുന്നത് ആ കേർവുള്ള ഭാഗത്ത്, അതായത് ഈ റോഡിൽ നിന്നും അല്പം സ്ഥലം മാറി നിൽക്കുന്ന, അതായത് മണ്ണ് വീഴാത്ത, നേരത്തെ മണ്ണെടുപ്പ് പൂർത്തിയാക്കുകയും റോഡിനോട് ചേർന്ന് സമീപത്തൊരു പ്രദേശമുണ്ടായിരുന്നു, പാർക്കിങ്ങിനൊക്കെയായി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ തന്നെ ആയിരിക്കാം വാഹനമുണ്ടായിരുന്നത്, അപകടത്തിൽപ്പെടുമ്പോൾ ആ വാഹനമുണ്ടായിരുന്നത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഇവർ പറയുന്നത്.